ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ചരിത്രത്തിലാദ്യമായി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയ അനീഷ അഷ്റഫിന് മികച്ച വിജയം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, IT എന്നീ വിഷയങ്ങളിൽ A+ഉം മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ A ഗ്രേഡും ഹിന്ദി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ B+ഉമാണ് അനീഷ നേടിയത്. കേരള സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വെച്ച് തനിക്ക് പഠനം നിർത്തേണ്ടി വരുമായിരുന്നെന്ന് അനീഷ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ എൻ്റെ റിസൾട്ട് വന്നു. 10ാം തരം തുല്യതാ പരീക്ഷ അത്യാവശ്യം നല്ല മാർക്കോടി തന്നെ ഞാൻ പാസ്സായിട്ടുണ്ട്. എന്നെ ഈ വിജയത്തിലേക്ക് പ്രാപ്തയാക്കിയ മൈൻഡ് ട്രസ്റ്റിലെ പ്രേരണ പ്രോജക്റ്റിലെ എൻ്റെ ടീച്ചർമാർക്കും മറ്റധ്യാപകർക്കും വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കി തന്ന് അതിന് കാരണക്കാരായ ഓരോരുത്തർക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുകയാണ്. എനിക്ക് 4 A+ഉം 3 A ഗ്രേഡും 2 B+ആണ് കിട്ടിയിരിക്കുന്നത്. തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു കടമ്പ കടക്കാനായിട്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതെൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എനിക്ക് +1ഉം +2 ഒക്കെ ഇതുപോലെ എക്സാം എഴുതാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദിനംപ്രതി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറി വരുന്നതിനാൽ എത്ര നാൾ മുന്നോട്ടു പോകും എന്നറിയില്ലെന്നും നമുക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ളപ്പോഴാണ് അവസരങ്ങൾ തരേണ്ടതെന്നും അത് മനസ്സിലാക്കി തന്നെ ചേർത്ത് പിടിച്ച സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും സാമൂഹിക നീതി വകുപ്പ്, സാക്ഷരതാ മിഷൻ, പരീക്ഷാഭവൻ, അധ്യാപകർ, പ്രേരക്മാർ തുടങ്ങി ചേർത്ത് പിടിച്ചവരോടെല്ലാം താൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും അനീഷ പറഞ്ഞു. ഞാനിപ്പോൾ പഠിച്ചിട്ട് വലിയ ജോലി നേടാനൊന്നുമല്ല, എനിക്ക് വിദ്യാഭ്യാസം അത്യാവശ്യം ഉണ്ടാവുന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. എഴുത്തിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ എഴുത്തിന് ഈ വിദ്യാഭ്യാസം കൂടി ഉണ്ടായാൽ അതൊരുപാട് ഉപകാരപ്പെടും. എനിക്ക് സാഹിത്യ മേഖലയിൽ എന്തെങ്കിലും അറിയപ്പെടുന്ന രീതിയിൽ നല്ലൊരു എഴുത്തുകാരിയാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കേരള ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ 7ാം ക്ലാസ്സിൻ്റെ തുല്യതാ പരീക്ഷ വെച്ചിട്ട് എനിക്ക് പഠനം നിർത്തേണ്ടി വന്നേനെ. കാരണം മുന്നോട്ട് പോകാനും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഈ ഒരു അസുഖം വെച്ച് മരുന്നൊന്നുമില്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകുന്ന അറിയില്ല. നമുക്ക് ചെയ്യാൻ കഴിവുള്ളപ്പോഴാണല്ലോ അവസരങ്ങൾ തരേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച ഈ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹ്യനീതി വകുപ്പ്, സാക്ഷരതാ മിഷൻ, പരീക്ഷാഭവൻ, വിദ്യാഭ്യാസ വകുപ്പ്, CM വിത്ത് ടീം, അങ്ങനെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുകയാണ്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗമാണ് അനീഷയ്ക്ക്. അതിനാൽ തന്നെ നടക്കുന്നതിനോ അധിക നേരം ഇരിക്കാനോ കഴിയില്ല. അല്പനേരം പേന പിടിച്ചാൽ തന്നെ കൈ വേദനിച്ചു തുടങ്ങും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നതിന് അനുമതി തേടിയത്. 10ാം ക്ലാസ് പരീക്ഷ ആയതിനാൽ ഇന്നുവരെ ആരെയും വീട്ടിലിരുന്ന് എഴുതുവാൻ അനുമതി നൽകിയിട്ടില്ലെന്നും അനീഷയുടെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയടക്കം ഇടപെട്ടതിനെ തുടർന്നാണ് വീട്ടിലിരുന്ന് എഴുതുവാൻ പരീക്ഷാഭവൻ അനുവദിച്ചത്. തളിക്കുളം സ്വദേശികളായ പണിക്കവീട്ടിൽ അഷ്റഫ്, ഫാത്തിമ ദമ്പതികളുടെ മകളാണ് അനീഷ. 2023 സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ലഭിച്ച അനീഷയ്ക്ക് എഴുത്തിലും സാഹിത്യത്തിലുമാണ് പ്രിയം. സ്വന്തമായ രചനകൾ ഡിസൈൻ ചെയ്ത് പോസ്റ്ററുകളും ബുക്ക്മാർക്കും ഉണ്ടാക്കും. കഥാരചനയിലും കവിതാരചനയിലും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ.
www.skpalace.in.